അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രക്കിയോ ഈസോഫേഗൽ ഫിസ്റ്റുലയാണ്. അപ്പം അത് നമ്മൾ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു മെയിൻ പ്രശ്നമാണ്. അപ്പം മെയിനായിട്ട് 5 തരത്തിലാണ് ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് എ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ഈസോഫേജൽ അട്രീഷ്യ, അതായത് മേളിൽ മാത്രം ഒരു ഈസോഫേജൽ അട്രീഷ്യ വന്നേക്കുന്നു. അല്ലെങ്കിൽ ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ പ്രോക്സിമൽ ഫിസ്റ്റുല, അതായത് അട്രീഷ്യ മാത്രമല്ല താഴെ ഒരു ഡിസ്റ്റൽ അട്രീഷ്യയുണ്ട്. പ്രോക്സിമലി ഈസോഫാഗസും ട്രക്കിയും തമ്മിലൊരു ഫിസ്റ്റുലയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ടൈപ്പ് ബി എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ടൈപ്പ് സി ആണ്, അതായത് പ്രോക്സിമലി അട്രീഷ്യയുണ്ട്, ഡിസ്റ്റലി ഫിസ്റ്റുലയും ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഡിസ്റ്റലി അങ്ങനെ ഫിസ്റ്റുല വരുമ്പോൾ എന്താ പറ്റും, ഈ ട്രക്കിയിൽ നിന്നുള്ള ഗ്യാസ് എല്ലാം കൂടെ ചെന്നിട്ട് നമ്മൾ എക്സ്റേ എടുക്കുമ്പോഴത്തേക്കിനും ഫണ്ടസിൽ ഗ്യാസ് ഷാഡോ കാണാൻ പറ്റും. പിന്നുള്ളതെന്ന് വെച്ചാൽ ടൈപ്പ് ഡി എന്ന് പറയുമ്പോൾ മേളിലും ഫിസ്റ്റുലയുണ്ട്, താഴെയും ഫിസ്റ്റുലയുണ്ട്. അപ്പം അതിനാണ് ഡബിൾ ഫിസ്റ്റുല വിത്ത് ഇൻ്റർവെനിങ് അട്രീഷ്യ. അപ്പം അതെന്ന് പറയുന്നതാണ് ടൈപ്പ് ഡി. പിന്നെ ഐസൊലേറ്റഡ് ഫിസ്റ്റുല, അതായത് മേളിലൊരു ഫിസ്റ്റുല ഉണ്ട് പക്ഷേ അട്രീഷ്യ ഇല്ല. ആ ഫിസ്റ്റുല കണ്ടിന്യൂ ചെയ്ത് താഴോട്ടും ഈ സ്റ്റൊമക്കിലോട്ട് ഈസോഫാഗസ് പോകുന്നുണ്ട്. ഇവിടെ നമുക്കൊരു എച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെ നമ്മൾ എച്ച് ടൈപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പം കൂടുതലായിട്ടും എൽഡർ പീപ്പിളിലായിരിക്കും ഇവർ പ്രസൻറ്റ് ചെയ്യുക. ബിക്കോസ് ഈ കൊടുക്കുന്ന ഫുഡ് എന്തായാലും സ്റ്റൊമക്കിൽ എത്തുന്നുണ്ട്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് പോളിഹൈഡ്രാമിനിയോസ് ഇൻ ആൻറ്റിനേറ്റൽ പീരിയഡ്. അപ്പം നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് നോക്കുമ്പോഴത്തേക്കിനും ചിലപ്പം പോളിഹൈഡ്രാമിനിയോസ് ഉള്ള കൊച്ചായിരുന്നിരിക്കും. അതേപോലെ നിയോനേറ്റ്സിലാണെങ്കിൽ ഫ്രോത്തിങ് ഉണ്ടാവാം, എക്സസീവ് ഡ്രൂലിംഗ് ഉണ്ടാവാം. ബിക്കോസ് എന്താ, ഈ കൊടുക്കുന്ന ഫീഡൊന്നും താഴോട്ട് പോകുന്നില്ലല്ലോ. പിന്നെ കഫിങ് വിത്ത് ഫീഡ്, അതായത് ഫിസ്റ്റുല ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഫ് ഡെവലപ്പ് ചെയ്യും. സയനോസിസ് ഉണ്ടാവാം, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവാം. ഈ എച്ച് ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരിൽ എന്താ, റെക്കറൻറ്റ് ആസ്പിറേഷൻ വന്നിട്ട് റെക്കറൻറ്റ് ന്യൂമോണിയ വരാം. പിന്നെ വാക്ടറൽ അസോസിയേഷൻ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സംഭവങ്ങൾ ഒരുമിച്ചുണ്ടാകുന്നത്, ഇത് ഏതാണ് ഈ വാക്ടറൽ ഇല്ലാത്തത്, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ വി എന്ന് പറയുന്നത് വേർട്ടിബ്രൽ അനോമലീസ്, എ എന്ന് പറയുന്നത് ഏനൽ അട്രീഷ്യ, സി ഫോർ കാർഡിയാക് ഡിഫെക്ട്സ്, ടി ഫോർ ട്രക്കിയോഇസോഫേജിയൽ ഫിസ്റ്റുല, ഇ ഇല്ല കേട്ടോ, ആർ ഫോർ റീനൽ അനോമലീസ് ഓർ റേഡിയൽ അനോമലീസ് ആൻഡ് എൽ ഫോർ ലിംബ് ഡിഫെക്ട്സ്. അപ്പം ഇത്രയാണ് ഈ വാക്ടറൽ അസോസിയേഷനകത്ത് വരുന്നത്. വെർട്ടിബ്രൽ അനോമലീസ്, അതിൻ്റെ താഴെയുള്ള ഏനൽ അനോമലീസ്, കാർഡിയാക് ഡിഫെക്ട്സ്, ട്രക്കിയോഇസോഫേജിയൽ ഫിസ്റ്റുല, റീനൽ അനോമലീസ്, റേഡിയൽ അനോമലീസ് ആൻഡ് ലിംബ് ഡിഫെക്ട്സ്. പിന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇപ്പം ഫീഡ് കൊടുക്കുമ്പം പോകുന്നില്ലെങ്കിൽ നമ്മൾ NG ട്യൂബ് പാസ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. NG ട്യൂബ് പാസ് ചെയ്യുമ്പോഴത്തേക്കിനും അതും പോകുന്നില്ല, റെഡ് റബ്ബർ ട്യൂബും പോകത്തില്ല. അപ്പം ഈ അപ്പർ ഈസോഫാഗസിൽ ഈ NG ട്യൂബ് കോയിൽ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു കോയിലിംഗ് ഓഫ് ദി ട്യൂബ് ഓൺ ദി അപ്പർ ഈസോഫാഗസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ചിലപ്പോൾ പ്രീനേറ്റൽ USGയിലും ഇത് അറിയാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജിക്കൽ റിപ്പയർ എന്നുള്ളതാണ്.